പൊന്നിൻ താരകളും യേശുവിൻ കൃപകളെ വർണ്ണിക്കുമ്പോൾ പാടും ഞാനും അങ്ങത്യുച്ചത്തിൽ. യേശുവിൻ കൃപകളെ വർണ്ണിക്കുമ്പോൾ പാടും ഞാനും അങ്ങത്യുച്ചത്തിൽ. സൽകൃപയേകും നായകൻ, കണ്ണുനീർ മായ്ക്കും നായകൻ. സൽകൃപയേകും നായകൻ, കണ്ണുനീർ മായ്ക്കും നായകൻ. എന്നെ ശാന്തമാം മേലച്ചിലിൽ നിത്യം നടത്തുമെൻ നായകൻ. എന്നെ ശാന്തമാം മേലച്ചിലിൽ നിത്യം നടത്തുമെൻ നായകൻ. മഴവില്ലും സൂര്യചന്ദ്രനും വിണ്ണിലെ പൊന്നിൻ താരകളും യേശുവിൻ കൃപകളെ വർണ്ണിക്കുമ്പോൾ പാടും ഞാനും അങ്ങത്യുച്ചത്തിൽ. യേശുവിൻ കൃപകളെ വർണ്ണിക്കുമ്പോൾ പാടും ഞാനും അങ്ങത്യുച്ചത്തിൽ. കാരുണ്യമേകും നായകൻ, ആശ്വസിപ്പിക്കും നായകൻ. കാരുണ്യമേകും നായകൻ, ആശ്വസിപ്പിക്കും നായകൻ. എന്നെ ചേർത്തിടും ചേലോടെ കാത്തുരക്ഷിക്കുമെൻ നായകൻ. എന്നെ ചേർത്തിടും ചേലോടെ കാത്തുരക്ഷിക്കുമെൻ നായകൻ. മഴവില്ലും സൂര്യചന്ദ്രനും വിണ്ണിലെ പൊന്നിൻ താരകളും യേശുവിൻ കൃപകളെ വർണ്ണിക്കുമ്പോൾ പാടും ഞാനും അങ്ങത്യുച്ചത്തിൽ. യേശുവിൻ കൃപകളെ വർണ്ണിക്കുമ്പോൾ പാടും ഞാനും അങ്ങത്യുച്ചത്തിൽ. A man had a pet dog and a pet cat. ஒரு மனுஷன் ஒரு நாயும் ஒரு பூச்சையும் ஓமனிச்சு வளர்த்திருந்தான். He petted them, took care of them, and took them out for walks. പൂച്ചയും നായയും ആ മനുഷ്യൻ അമിതമായി ലാളിച്ചു ഭക്ഷണം നൽകി നടക്കാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുമായിരുന്നു. He loved them as if they were his own children. സ്വന്ത മക്കളെ സ്നേഹിക്കുന്നത് പോലെ ആ മനുഷ്യൻ ആ നായയും പൂച്ചയും ഓമനിച്ച് സ്നേഹിച്ചു. The dog wagged his tail and said, "My master does everything for me. He must be my God." അങ്ങനെ നായ് യജമാൻ്റെ അടുക്കൽ വാലാട്ടിക്കൊണ്ട് പറഞ്ഞ്, എൻ്റെ യജമാൻ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന എൻ്റെ യജമാൻ എൻ്റെ ദൈവമാണ്. The cat licked his lips and said in a different way, "My master does everything for me. I must be his God." പക്ഷെ പൂച്ചയോ നാക്കിന് നക്കിക്കൊണ്ട് അല്പം വിചിത്രമായി പറഞ്ഞ്, എൻ്റെ യജമാൻ എല്ലാം എനിക്ക് ചെയ്തു തരുന്ന കാരണം ഞാൻ യജമാൻ്റെ ദൈവമാണ്. Remember, ഓർക്കുക, the dog said, "My master does everything for me. He must be my God.
the cat said, I must be my master's dog. ഓർക്കുക, നായ് പറഞ്ഞത് യജമാൻ എൻ്റെ ദൈവം, പൂച്ച പറഞ്ഞതോ ഞാൻ യജമാന്റെ ദൈവം എന്നാണ്. There are some people in our life, like the cat, who are obliged to God, who are obliged to God to give them everything. ഈ പൂച്ചയെപ്പോലെയാണ് ഈ ഭൂമിയിൽ പല മനുഷ്യരും ചിന്തിക്കുന്നത്. ദൈവം എനിക്ക് വേണ്ടതെല്ലാം തടസ്സം കൂടാതെ വാരി കോരി തരുവാൻ കടപ്പെട്ടവനാണ് എന്ന്. They always keep on asking, God, what will you give me today? ഈ പൂച്ചയെപ്പോലെ എന്നും ചോദിക്കും, ഇന്ന് അങ്ങ് എനിക്ക് എന്താണ് തരാൻ പോകുന്നത്? And there are some people like the dog who are grateful with what they have received from God. പക്ഷെ ബഹുശീലരോ നായെപ്പോലെ തങ്ങളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച അല്പകാര്യങ്ങൾക്ക് പോലും ദൈവത്തെ മറക്കാതെ ഓർക്കുകയും ചെയ്യുന്നു. We came to this world empty-handed and will leave this world ഈ empty-handed. ഭൂമിയിൽ നാം വന്നത് വെറും കൈയോടെ, മടങ്ങിപ്പോകുന്നതും വെറും കൈയോടെ. We should be careful to be grateful of what we possess at present in this world. ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ച അല്പകാര്യങ്ങൾക്കായി പോലും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാൻ ജാഗ്രത പുലർത്തണം. Dear brothers and sisters, who are you in this story? സഹോദരങ്ങളെ, ഈ കഥയിൽ നിങ്ങൾ ആരാണ്? Are you like the cat or are you like the dog? നിങ്ങൾ ഈ കഥയിലെ ഒരു നായെപ്പോലെയാണോ, നിങ്ങൾ ഈ കഥയിലെ ഒരു പൂച്ചയെപ്പോലെയാണോ? We should be like the dog in this story to our heavenly Father Jesus Christ. നാം തീർച്ചയായിട്ടും ഈ കഥയിലെ നായെപ്പോലെ സ്വർഗത്തിലെ നമ്മുടെ കർത്താവിന്, യേശുവിൻ്റെ മുമ്പിൽ നന്ദിയുള്ളവ പറയുവാൻ കടപ്പെട്ടവരാണ്. The Bible says in 1 Corinthians 4:7. വേദപുസ്തകം 1 കൊരിന്ത്യർ 4:7 ഇങ്ങനെ പറയുന്നു. Paul asks a question to the church. പൗലപ്പോസ്തലൻ കൊരിന്ത് സഭയോട് ഒരു ചോദ്യം വയ്ക്കുന്നു. What other do you have than that you have received from God? ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിച്ചതല്ലാതെ സ്വന്തമായി സഭയെ നിനക്ക് എന്തുള്ളത്? Always cherish. എപ്പോഴും വിലപ്പെട്ടതായി കരുതേണ്ട ഒന്നുണ്ട്. The Lord is your God, not your servant. ദൈവം നിന്റെ ദൈവമാണ്, നിന്റെ വേലക്കാരനല്ല. God bless you all. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ.